നിയോജക മണ്ഡലത്തിൽ നിന്നും അട്ടിമറി വിജയം നേടിയ ടി.കെ. ഗോവിന്ദൻ മാസ്റ്ററുടെ വിജയത്തിൽ മുസ്ലിം ലീഗ് നേതാക്കൾ വിജയാഘോഷം നടത്തി. ടി.കെ. ഗോവിന്ദൻ മാസ്റ്ററുടെ മലപ്പട്ടത്തെ വസതിയിൽ എത്തിയാണ് വിജയാഹ്ലാദം പങ്കുവച്ചത്. ഗോവിന്ദൻ മാഷും ഭാര്യയും ലീഗ് നേതാക്കളും ഒരുമിച്ച് ചേർന്ന് കേക്ക് മുറിച്ച് വിജയാഹ്ലാദം പങ്കുവച്ചു. മുസ്ലിം ലീഗ് നേതാക്കളായ N.P. സിദ്ദിഖ്, O.V. ഹുസൈൻ ഹാജി, റഷീദ് മാസ്റ്റർ, V.P. മൂസാൻ, K.P. മൊയ്തീൻ കുട്ടി ഹാജി, ശ്രീകണ്ഠപുരം നഗരസഭാ കൌൺസിലർ നൂറുദ്ദീൻ, ഇബ്രാഹിം മൗലവി എന്നിവർ സംബന്ധിച്ചു. കേരളത്തിലെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വമ്പിച്ച ഭൂരിപക്ഷത്തോടുകൂടി 102 സീറ്റോടുകൂടി UDFന്റെ ഒരു തേരോട്ടം നടന്നിരിക്കുകയാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ തളിപ്പുറം നിയോജക മണ്ഡലത്തിൽ ഏറ്റവും വളരെ നല്ല ഭൂരിപക്ഷത്തോടുകൂടി പ്രധാനപ്പെട്ട കേരളത്തിൽ എല്ലാവരും ശ്രദ്ധിക്കപ്പെട്ട ഒരു മണ്ഡലമായിരുന്നു തളിപ്പറമ്പ് നിയോജക മണ്ഡലം. അത് CPMന്റെ എക്കാലത്തെയും ഒരു മണ്ഡലമാണ് തളിപ്പറമ്പ് നിയോജക മണ്ഡലം. പക്ഷെ നമ്മുടെ പ്രിയപ്പെട്ട ടി.കെ. ഗോവിന്ദൻ മാഷ് തളിപ്പറമ്പിൽ ഇറങ്ങിയപ്പോൾ അതൊക്കെ മാറി വളരെ വമ്പിച്ച ഭൂരിപക്ഷത്തോടു കൂടി അത് UDFിലേക്ക് എത്തി എന്നുള്ളതിലാണ് നമുക്കൊക്കെ ഉള്ള ഒരു സന്തോഷം. ആ സന്തോഷം പങ്കെടുക്കുന്നതിന് വേണ്ടിയാണ് ആ സന്തോഷത്തിൽ എല്ലാവരും മാഷിന്റെ കൂടെ അത് ഞങ്ങൾക്ക് ആഘോഷിക്കുന്നതിന് വേണ്ടിയാണ് ഞങ്ങൾ ഇന്ന് മാഷിന്റെ വീട്ടിലെത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് ചില കാര്യങ്ങൾ UDF എന്ന നിലത്തിൽ ചില കാര്യങ്ങൾ മാഷുമായി സംസാരിക്കാം എന്നുള്ള രീതിയിൽ കൂടി വന്നു. ആ സന്തോഷം നമ്മളൊരു കേക്ക് മുറിച്ച് ആ സന്തോഷം പങ്കിട്ടു. വളരെയേറെ ശ്രീകണ്ഠാപുരത്ത് ഞങ്ങൾക്കൊക്കെ ഏറ്റവും വളരെ സന്തോഷപ്പെട്ട ഒരു നിമിഷമായിരുന്നു മാഷിന്റെ ആ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വന്നത്. MLA നമ്മുടെ വിജയിച്ചു എന്ന് പറഞ്ഞപ്പോൾ ഏറ്റവും കൂടുതൽ ഞങ്ങൾ സന്തോഷിച്ചത് ശ്രീകണ്ഠാപുരത്തെ ഞങ്ങളുടെ മുസ്ലിം ലീഗിന്റെ ആൾക്കാരായിരുന്നു. ആ സന്തോഷം എപ്പോഴും നിലനിൽക്കാൻ വേണ്ടിയിട്ട് മാഷിന് എല്ലാവിധ ഇനി അങ്ങോട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങൾക്കും ഞങ്ങളുടെ പിന്തുണ ഞങ്ങളുണ്ട് മാഷിന്റെ കൂടെ. മാഷിന്റെ എല്ലാ നല്ല നാട്ടിന് വേണ്ടി നന്മ ചെയ്യാൻ മാഷിന് കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തളിപ്പറമ്പിൽ സ്ഥാനാർത്ഥിയായി ഞാൻ മത്സരിക്കാൻ തീരുമാനിച്ചപ്പോൾ UDF എനിക്ക് പിന്തുണ നൽകുകയുണ്ടായി. UDF പിന്തുണ നൽകാൻ തീരുമാനിച്ചപ്പോൾ ആദ്യം ആ വിവരം അറിഞ്ഞപ്പോൾ തന്നെ തളിപ്പറമ്പിലെ മുസ്ലിം ലീഗിന്റെ നേതാക്കളാണ് ആദ്യമായി ഈ വീട്ടിൽ വന്ന് എന്നെ കണ്ടത്. അവിടുത്തെ മുനിസിപ്പൽ ചെയർമാൻ സുബൈറും UDFന്റെ ചെയർമാൻ ഇക്ബാലും ഒക്കെ ആ വിവരം അറിഞ്ഞ ഉടനെ ഇവിടെ വരികയും പിറ്റേന്ന് തന്നെ എന്നെ സ്വീകരിച്ച് തളിപ്പറമ്പിൽ കൊണ്ടുപോവുകയും ചെയ്തു. എൻ്റെ ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൽ എനിക്ക് ഏറ്റവും ആവേശം നൽകിയിട്ടുള്ളത് മുസ്ലിം ലീഗിലെ ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരുടെ പ്രവർത്തനമായിരുന്നു. രാത്രി എത്ര വൈകിയാലും സ്വീകരണ സ്ഥലത്ത് സ്ത്രീകൾ ഉൾപ്പെടെ കേന്ദ്രീകരിച്ച് അവർ എനിക്ക് നൽകിയിട്ടുള്ള സ്നേഹം ഒരിക്കലും എനിക്ക് മറക്കാൻ വേണ്ടി കഴിയില്ല. ഞാൻ ആ മത്സരിക്കുന്ന ഘട്ടത്തിൽ അവരോടെല്ലാം പറഞ്ഞിട്ടുണ്ട്, ഞാൻ ജയിച്ചാലും തോറ്റാലും ഞാൻ നിങ്ങളുടെ കൂടെ എന്നെന്നും ഉണ്ടാവും എന്ന് പറഞ്ഞപ്പോൾ കരഘോഷത്തോടു കൂടിയിട്ടാണ് അവർ സ്വീകരിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ അകമഴിഞ്ഞ ആവേശത്തോടു കൂടിയാണ് മുസ്ലിം ലീഗിൻ്റെയും അതുപോലെ തന്നെ UDFന്റെയും കോൺഗ്രസിന്റെയും എല്ലാം പ്രവർത്തകന്മാർ ഈ തെരഞ്ഞെടുപ്പിൽ എനിക്ക് വേണ്ടി തളിപ്പറമ്പ് മണ്ഡലം പ്രവർത്തിച്ചത്. അതിന്റെ ഒരു ഫലമാണ് വലിയ ഭൂരിപക്ഷത്തോട് ജയിക്കാൻ സാധിച്ചത്. മാത്രമല്ല CPM സംസ്ഥാന സെക്രട്ടറിയുടെ ധാർഷ്ട്യത്തിന് ജനങ്ങൾ നൽകിയിട്ടുള്ള മറുപടിയാണ് ഈ തെരഞ്ഞെടുപ്പ് വിജയം എന്നതും കാണാൻ വേണ്ടി കഴിയും. തീർച്ചയായിട്ടും ഇന്ന് കേരളത്തിൽ 102 സീറ്റ് നേടിക്കൊണ്ടാണ് UDF അധികാരത്തിൽ വന്നിട്ടുള്ളത്. ഇത് കേരളത്തിലെ CPMനെ സംബന്ധിച്ച് ഇത് ഒരു പാഠം പഠിക്കാനുള്ള അവസരമാണ്. പഠിക്കുമോ എന്ന് എനിക്കറിയില്ല. ഏതായാലും ഒരു പാഠം പഠിപ്പിക്കാനാണ് കേരളത്തിലെ ജനങ്ങൾ തീരുമാനിച്ചത്. അതുകൊണ്ടാണ് 102 സീറ്റ് UDF നൽകിക്കൊണ്ടൊരു മാറ്റം വേണം. ഈ CPMന്റെ 10 വർഷത്തെ ഭരണത്തിലുണ്ടായിട്ടുള്ള അവരുടെ നടപടിയിലൂടെ അവർ പ്രവർത്തകന്മാരുണ്ടായ അഹന്തക്ക് ഒരു തിരിച്ചടി നൽകുകയാണ് ഈ തെരഞ്ഞെടുപ്പിലൂടെ ചെയ്തിട്ടുള്ളത്. തളിപ്പറമ്പ് മണ്ഡലം അതിന്റെ ഏറ്റവും പ്രത്യക്ഷ ഉദാഹരണമാണ്. എല്ലാ ജനാധിപത്യ മര്യാദകളും കാറ്റിപ്പറത്തിക്കൊണ്ടാണ് തളിപ്പറമ്പിൽ LDF സ്ഥാനാർത്ഥിയെ നിർത്തിയത്. ആ സ്ഥാനാർത്ഥിയെ നിർത്തിയ നടപടിക്കെതിരായിട്ടുള്ള വലിയ മറുപടിയാണ്
ഈ തെരഞ്ഞെടുപ്പിലൂടെ തളിപ്പ് മണ്ഡലം നൽകിയിട്ടുള്ളത്. അതിന്റെ വിജയത്തിനു വേണ്ടി മുസ്ലിം ലീഗിന്റെ, യൂത്ത് ലീഗിന്റെ, അതുപോലെ തന്നെ വനിതാ ലീഗിന്റെ എല്ലാ പ്രവർത്തകന്മാർ ആവേശത്തോടെ രംഗത്ത് വന്നിട്ടുണ്ട്. അവരോട് അവർക്ക് നന്ദി രേഖപ്പെടുത്തുന്നുണ്ട്. അതുപോലെ തന്നെ ഞാൻ മത്സരിക്കാൻ തീരുമാനിച്ചപ്പോൾ ശ്രീകണ്ഠാപുരത്തെയും ഇരിക്കൂറിലെയും മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാരും പ്രവർത്തകന്മാരും എന്നെ കാണാനും എനിക്ക് പിന്തുണ നൽകാനും ആവേശം നൽകാനും പല ഘട്ടങ്ങളിലായി അവിടെ വന്നു ചേർന്നിട്ടുണ്ട്. സ്വീകരണ യോഗങ്ങളിൽ അതുപോലെ തന്നെ പരിപാടികളിലും ശ്രീകണ്ഠാപുരത്തെയും ഇരിക്കൂറിലെയും മുസ്ലിം ലീഗിന്റെ പ്രവർത്തകന്മാർ അവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇപ്പോ സ്ഥാനാർത്ഥി വിജയിച്ചതിന് ശേഷം നടന്നിട്ടുള്ള ആഹ്ലാദ പ്രകടനത്തിൽ, തളിപ്പറമ്പിൽ നടത്തിയ ആഹ്ലാദ പ്രകടനത്തിൽ ഇരിക്കൂറിൽ നിന്നും ശ്രീകണ്ഠപുരത്തു നിന്നും നിരവധിയായ മുസ്ലിം സഖാക്കൾ, മുസ്ലിം മാന്യത ആളുകൾ, അവിടെ മുസ്ലിം ലീഗിന്റെ നിരവധിയായിട്ടുള്ള ആളുകൾ അവിടെ വന്നിട്ട് ആ ആവേശത്തിൽ എന്നോടൊപ്പം നിന്നിട്ടുണ്ട്. എനിക്ക് അവർ കാണിച്ചിട്ടുള്ള, മുസ്ലിം ലീഗിന്റെ ഈ പ്രവർത്തകന്മാർ കാണിച്ചിട്ടുള്ള സ്നേഹം എനിക്കൊരിക്കലും മറക്കാൻ വേണ്ടി കഴിയില്ല എന്നുള്ളതാണ് എൻ്റെ തെരഞ്ഞെടുപ്പിന്റെ അനുഭവം. എൻ്റെ തെരഞ്ഞെടുപ്പിന്റെ ജീവിതത്തിലെ ഒരു പ്രധാനപ്പെട്ട അനുഭവം അവർ നൽകിയിട്ടുള്ള ഈ സ്നേഹാദരങ്ങളാണ് എന്ന് നിസ്സംശയം പറയാൻ വേണ്ടി കഴിയും. ഇത് ഒരു ഭംഗി വാക്ക് പറയുന്നതല്ല, എൻ്റെ അനുഭവത്തിലൂടെ വന്നിട്ടുള്ളതാ പറയുന്നതാണ്. അതുകൊണ്ട് ഇവിടെ ഇപ്പൊ എനിക്ക് ഇങ്ങനെയൊരു സ്നേഹം, അതുപോലെ തന്നെ ഞങ്ങളുടെ ഇതെല്ലാം എൻ്റെ പഴയ സുഹൃത്തുക്കളാണ്. അവർ വന്നു ചേർന്ന് ഇങ്ങനെ സ്നേഹം പുതുക്കാൻ അവർ ഇപ്പോൾ ഇവിടെ വന്നു ചേർന്നതിന് എൻ്റെ വ്യക്തിപരമായ വീട്ടിലും ഒരു MLA എന്ന നിലക്കും എൻ്റെ എല്ലാ നന്ദിയും അവർക്ക് രേഖപ്പെടുത്തുക.